ഹായ് ഫ്രണ്ട്സ്, പോലിയോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻവെർട്ടർ കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്നുള്ള വയറിംഗ് കണക്ഷനാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വയറെടുക്കുമ്പോൾ കളർ കോഡിൽ തന്നെ വയറെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നമ്മൾ 3 വയറും ഒരു കളർ വയറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വയറിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫേസ് വയറും ഒരു ഔട്ട് വയറും ഒരു ന്യൂട്രൽ വയറുമാണ് നമുക്ക് ഇതിനായി വേണ്ടത്. ബ്രേക്കറിൻ്റെ അടിഭാഗത്തായാണ് നമ്മൾ ഔട്ട് വയർ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ELCB ചെയ്യുന്നില്ല. KCB കണക്ഷന് ഒരു ELCBയും അതുപോലെ തന്നെ ഇൻവെർട്ടറിന് ഒരു ELCBയും അങ്ങനെ 2 ELCB വെച്ചിട്ടുള്ള ഒരു വയറിംഗ് ഞങ്ങൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വയറിംഗ് ബ്രേക്കറിൻ്റെ അടിഭാഗത്ത് ഇൻവെർട്ടർ വയർ കൊടുക്കുമ്പോൾ അതിനടിയിൽ ഒരു ലിങ്കിങ് ബാർ ഉണ്ടാകും. ലിങ്കിങ് ബാർ കട്ട് ചെയ്ത് ഏത് ഭാഗത്തേക്കാണോ നമുക്ക് ഇൻവെർട്ടർ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് വേണം കൊടുക്കുവാൻ വേണ്ടി. ഇവിടെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബ്രേക്കറാണ് നമ്മൾ KCB കണക്ഷൻ മാത്രം കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത്. ബാക്കി എല്ലാ ബ്രേക്കറിനും ഇൻവെർട്ടർ കണക്ഷൻ ഉണ്ട്. 2 MCB ഇവിടെ ഉപയോഗിക്കുന്നത് 2 AC കണക്ഷന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഇൻവെർട്ടർ കണക്ഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ELCBയിൽ നിന്നും നമ്മൾ ഒരു കഷ്ണം വയറെടുത്ത് ഈ 2 MCBയിലേക്കും കണക്ട് ചെയ്യുന്നത്. ELCBയുടെ മുകൾ ഭാഗത്താണ് ന്യൂട്രലും ഫേസും ഡയറക്റ്റ് കണക്ഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഔട്ട് കണക്ഷനിൽ നിന്നാണ് നമ്മൾ ഈ 2 ബ്രേക്കറിലേക്കും കറണ്ട് കണക്ഷൻ കൊടുക്കുന്നത്. കളർ കോഡിൽ വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രലും ഫേസും അതുപോലെ തന്നെ ഔട്ട് കണക്ഷനും സെപ്പറേറ്റായി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ELCBയുടെ അടിഭാഗത്ത് നിന്നും നമ്മൾ 2 ബ്രേക്കറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറിലെ ഇൻപുട്ടിലേക്കും ഫേസ് കണക്ഷൻ കൊടുത്തു. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഒരു ന്യൂട്രൽ കണക്ഷനാണ്. ന്യൂട്രൽ കണക്ഷൻ കോമൺ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ DBയിലുള്ള ന്യൂട്രൽ ലിങ്കിലേക്ക് ഡയറക്റ്റായി നമുക്ക് ന്യൂട്രൽ കണക്ഷൻ വയർ കൊടുക്കാം. ഇത്രയുമാണ് ഒരു DBയിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ളത്. ന്യൂട്രൽ കണക്ഷൻ DBയിലുള്ള ലിങ്കിങ് ബാറിലും അതുപോലെ തന്നെ ഫേസ് വയർ ELCBയുടെ ഔട്ട് പോയിന്റിലും ഔട്ട് കണക്ഷൻ ഇൻവെർട്ടറിലേക്കുള്ള ഔട്ട് കണക്ഷൻ ബ്രേക്കറിൻ്റെ അടിഭാഗത്തുമായാണ് കണക്ട് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ELCBയും ബ്രേക്കറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുള്ള കണക്റ്റിംഗ് ബാറ് നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് കട്ട് ചെയ്ത് ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ഇൻവെർട്ടർ വേണ്ടത് എന്ന് നോക്കി വേണം കണക്ട് ചെയ്യാൻ. ഇവിടെ നമ്മൾ 2 ബ്രേക്കറാണ് KCB കണക്ഷന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അത് AC കണക്ഷൻ ആയതുകൊണ്ട് ഇൻവെർട്ടറിൽ കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ ഭാഗവും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒട്ടുമിക്ക ഇൻവെർട്ടറിനും കണക്ടറാണ് ഉണ്ടാവുക. ഇവിടെ കണക്ടറിന് പകരമായി ഒരു കോഡ് വയറും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കണക്ഷന് ഒരു സോക്കറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു 4MD ഓപ്പൺ ബോക്സ് വെച്ച് 2 പ്ലഗ് കൊടുത്താണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഹെവി ലോഡ് ഇല്ലാത്തത് കൊണ്ടും ഇത് ഒരു ഫ്ലാറ്റ് ആയതുകൊണ്ടും നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സാധാരണ രീതിയിൽ കണക്ടർ ആണെങ്കിൽ കണക്ടറിൽ തന്നെ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുമ്പോൾ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാവുകയില്ല. പ്ലഗ് വെച്ച് ചെയ്യുന്ന സമയത്ത് ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലെ 2 പ്ലഗ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് അത് അയച്ചു മാറ്റാൻ വളരെ എളുപ്പമായിരിക്കും. ഔട്ട്പുട്ടിൽ നിന്നും 3 പിൻ ടോപ്പ് ഊരി ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്താൽ ഡയറക്റ്റ് കണക്ഷൻ കിട്ടുന്നതായിരിക്കും. DBയിൽ നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഔട്ടും ഇന്നും ഷോർട്ട് ആക്കുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് വർക്ക് ചെയ്യുന്നതും ഇവിടെ ഈ 2 വയറിൽ ഒരു സ്പാർക്ക് വരുന്നതും നമുക്ക് കാണാം. ഇനി നമ്മൾ ഈ പ്ലഗാണ് ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇൻപുട്ടിനായി ഒരു സോക്കറ്റും ഔട്ട്പുട്ടിനായി ഒരു സോക്കറ്റുമാണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇൻപുട്ട് കണക്ഷനും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കണക്ഷനും കൊടുക്കുന്ന സമയത്ത് പ്ലഗിൽ L എന്ന് മാർക്ക് ചെയ്ത ഭാഗത്ത് മാത്രം ഫേസ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ N എന്ന് മാർക്ക് ചെയ്ത ഭാഗത്ത് ന്യൂട്രൽ കൊടുക്കാനും ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്ലഗും വലത്ത് ഭാഗത്തായിരിക്കും ഫേസ് കണക്ഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കണക്ഷനും കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ന്യൂട്രലിന് പകരം ഫേസും ഫേസിന് പകരം ന്യൂട്രലുമായിരിക്കും എത്തുന്നത്.
ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് വലത്ത് ഭാഗത്തുള്ള പ്ലഗിലാണ് ഇൻപുട്ട് കണക്ഷൻ കൊടുക്കുന്നത്. ഇടത്തെ ഭാഗത്തുള്ള പ്ലഗിൽ ഔട്ട് കണക്ഷനുമാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനായി നമ്മൾ വലത്ത് ഭാഗത്തുള്ള സോക്കറ്റിൻ്റെ എൽ എന്ന് എഴുതിയ ഭാഗത്ത് അഥവാ വലത്ത് ഭാഗത്ത് ഫേസ് കണക്ട് ചെയ്തു. ഇനി ഇടത്ത് ഭാഗത്ത് നമ്മൾ ന്യൂട്രാണ് കണക്ട് ചെയ്യുന്നത്. ഇടത്ത് ഭാഗത്ത് ന്യൂട്രൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഒരു വയർ എടുത്ത് അടുത്ത സോക്കറ്റിൻ്റെ ന്യൂട്രലിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യണം. എന്നാലാണ് ഔട്ട്പുട്ട് കണക്ഷനിലേക്ക് നമുക്ക് ന്യൂട്രൽ കണക്ഷൻ കിട്ടുകയുള്ളൂ. 3 പിൻ സോക്കറ്റിൻ്റെ മൂന്നാമത്തെ ഒരു ലെഗ് അതിലേക്ക് എർത്ത് കണക്ഷനാണ് കൊടുക്കേണ്ടത്. ഒട്ടുമിക്ക ഇൻവെർട്ടറിനും എർത്ത് കണക്ട് ചെയ്യാറില്ല. ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഇൻവെർട്ടർ മൈക്രോടെക്കിൻ്റെ ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ അതിന് 3 പിൻ ടോപ്പാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എർത്ത് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടറിന് വയർ വലിക്കുന്ന സമയത്ത് നിർബന്ധമായും 4 വയർ നമ്മൾ വലിക്കേണ്ടതുണ്ട്. ഇതുപോലെ എർത്ത് കണക്ഷനുള്ള ഇൻവെർട്ടറിന് എർത്ത് കണക്ഷൻ കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. സാധാരണ രീതിയിൽ നമുക്ക് 3 വയറാണ് ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടത്. ഒരു ഇൻപുട്ട് കണക്ഷനും അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് കണക്ഷനും ഒരു ന്യൂട്രൽ കോമണുമാണ് നമുക്ക് ഒരു ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ട വയർ. അതാണ് നമ്മൾ ഈ കാണുന്ന 3 വയർ. ഈ വയർ ഒരേ കളറിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്താണ് കണക്ട് ചെയ്യുന്നത്. കഴിവിൻ്റെ പരമാവധി കളർ കോഡിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ ഒരു കൺഫ്യൂഷനും കൂടാതെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻവെർട്ടർ മെയിൻ്റനൻസിന് വരുന്ന ആൾക്കും പെട്ടെന്ന് തന്നെ നോക്കി മനസ്സിലാക്കാനും സാധിക്കും. കറണ്ട് ഇല്ലാത്ത സമയത്തും ഏതാണ് ന്യൂട്രൽ ഫേസ് എന്ന് നോക്കാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ചും ഇവിടെ വലത്ത് ഭാഗത്ത് ഫേസും ഇടത്ത് ഭാഗത്ത് ന്യൂട്രലും കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. 3 പിൻ സോക്കറ്റിൽ കണക്ഷൻ മാറി കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ 3 പിൻ ടോപ്പിലും കണക്ഷൻ മാറി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൽ മാർക്ക് ചെയ്തതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്ത പ്ലഗിൽ വലത്തെ ഭാഗത്ത് ഔട്ട് കണക്ഷൻ കൊടുത്തു. ഇടത്ത് ഭാഗത്ത് നിന്നും ഒരു ന്യൂട്രൽ കണക്ഷനാണ് എടുക്കുന്നത്. ന്യൂട്രൽ കണക്ഷൻ നമ്മൾ ആദ്യം കൊടുത്ത ന്യൂട്രലിലേക്ക് തന്നെ കണക്ട് ചെയ്യുകയാണ്. ഇതാണ് ഒരു ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാനുള്ള കണക്ഷൻ വയറിംഗ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇൻവെർട്ടർ കണക്ഷൻ കൊടുക്കാൻ അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ്. ഇൻവെർട്ടർ കണക്ഷൻ കൊടുക്കാൻ അറിയുന്നവർക്ക് ഉള്ളതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത്. ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറക്കരുത്. DB ബോക്സിൽ നമ്മൾ കണക്ട് ചെയ്ത കണക്ഷനാണ് നിങ്ങൾ കാണുന്നത്. ഔട്ട് പോയിന്റിൽ ഔട്ട് കണക്ഷൻ കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു ലിങ്കിങ് ബാർ കട്ട് ചെയ്തിട്ട ഒരു ഭാഗമാണ് ഇത്. ഇത്രയും ഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ ലിങ്കിങ് ബാർ കട്ട് ചെയ്ത് മാറ്റിയത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട് വയർ കണക്ട് ചെയ്തത്. ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് മൈക്രോടെക്കിൻ്റെ ഒരു ഇൻവെർട്ടറാണ്. മൈക്രോടെക് പോലത്തെ കമ്പനി ഇൻവെർട്ടറിനെല്ലാം ഇതുപോലെ 3 പിൻ ടോപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഔട്ട് കണക്ഷനിൽ ഒരു 3 പിൻ സോക്കറ്റും കാണാം. അതുകൊണ്ട് തന്നെ 2 3 പിൻ ടോപ്പ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടി വരും ഔട്ട് കണക്ഷൻ കൊടുക്കുവാൻ വേണ്ടി. ഇൻവെർട്ടറിൻ്റെ ബാക്ക് ഭാഗത്തുള്ള സോക്കറ്റിൽ ഒരു 3 പിൻ ടോപ്പും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഈ പ്ലഗിൽ ഒരു 3 പിൻ ടോപ്പും വാങ്ങൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഔട്ട് കണക്ഷൻ കൊടുക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇൻവെർട്ടർ അഥവാ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി തന്നെ ആ ഔട്ട് കണക്ഷനിൻ്റെ 3 പിൻ ടോപ്പ് അയച്ചു മാറ്റി നേരെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്താൽ ഡയറക്റ്റ് കറണ്ട് കണക്ഷനും കിട്ടും. ഇത് വളരെ സിമ്പിളായി ഫിറ്റ് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ കണക്ഷനാണ്. ഇവിടെ മൈക്രോടെക്കിൻ്റെ ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 പ്ലഗ് കൊടുക്കേണ്ട ആവശ്യം വന്നു. അല്ലാതിരുന്നാൽ 3 വയർ ഡയറക്റ്റ് വലിച്ച്
ഇൻപുട്ടും ഔട്ട്പുട്ടും അതുപോലെ തന്നെ ന്യൂട്രൽ കണക്ഷനും നേരെ കണക്ടറിൽ കണക്ട് ചെയ്താൽ മതിയാകും. ഈ പ്ലഗിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാവുകയില്ല. കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ഇൻപുട്ട് വയറും ഔട്ട്പുട്ട് വയറും കൂട്ടിപ്പിരിച്ച് ഷോർട്ട് ചെയ്താണ് അവിടെ സാധാരണ കറണ്ട് കണക്ഷൻ ഉണ്ടാക്കുന്നത്. ഡി ബിയിലുള്ള കണക്ഷനും അതുപോലെ തന്നെ പ്ലഗ് പോയിന്റിൻ്റെ കണക്ഷനും കഴിഞ്ഞു. ഇനി 3 പിൻ ടോപ്പിലേക്കുള്ള കണക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലത്ത് ഭാഗത്ത് എൽ എന്ന് മാർക്ക് ചെയ്ത ഭാഗത്താണ് ഫേസ് കണക്ഷൻ കൊടുക്കേണ്ടത്. അത് മാറരുത്. അതുപോലെ തന്നെ എൻ എന്ന് എഴുതിയ ഇടത്തെ ഭാഗത്താണ് നമ്മൾ ന്യൂട്രൽ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇതുപോലെ 2 3 പിൻ ടോപ്പ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇൻവേർട്ടറിൻ്റെ ബാക്ക് ഭാഗത്തുള്ള 3 പിൻ ടോപ്പിലും അതുപോലെ തന്നെ നമ്മൾ പുതുതായി വെച്ച ഔട്ട്പുട്ട് കണക്ഷനിലുള്ള 3 പിൻ ടോപ്പിലും കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ 2 3 പിൻ ടോപ്പാണ് നമ്മൾ ഇതിനായി സെറ്റ് ചെയ്യേണ്ടത്. ഒരു ഇൻവെർട്ടർ വാങ്ങുന്ന സമയത്ത് നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് ഭാഗത്ത് ഇതുപോലെ സോക്കറ്റ് ഉള്ളത് വാങ്ങരുത്. അതിനു പകരം കണക്ടർ ഉള്ള ഇൻവെർട്ടർ തന്നെ വാങ്ങുവാൻ വേണ്ടി ശ്രമിക്കുക. കണക്ടർ ഉള്ള ഇൻവെർട്ടർ വാങ്ങുകയാണെങ്കിൽ ലൂസ് കോണ്ടാക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു 3 പിൻ ടോപ്പും സോക്കറ്റും ഉണ്ടാവുകയാണെങ്കിൽ ഏത് സമയത്തും ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, അതുപോലെ തന്നെ KCB കണക്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്തും ഈ സോക്കറ്റിലൂടെയാണ് കറണ്ട് കണക്ഷൻ കയറി ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ കണക്ടർ ആയിരിക്കും നന്നാവുക. ELCB ഓൺ ചെയ്യുന്ന സമയത്ത് ഈ 2 ബ്രേക്കറിലേക്ക് മാത്രമേ കറണ്ട് എത്തുകയുള്ളൂ. ബാക്കി ഒരു ബ്രേക്കറിലേക്കും കറണ്ട് എത്തുകയില്ല. ഇവിടെ നമ്മൾ ഈ സ്വിച്ച് ബോർഡിൽ ഈ പിന്ന് കുത്തുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ബ്രേക്കറിൻ്റെ അടിഭാഗത്ത് കറണ്ട് എത്തുകയുള്ളൂ. നമ്മൾ നേരത്തെ ലിങ്കിങ് ബാർ കട്ട് ചെയ്ത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് കണക്ഷൻ കൊടുത്തത് കൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്നത്. ഇതാണ് യഥാർത്ഥ ഇൻവെർട്ടർ കണക്ഷൻ. ഇനി നമുക്ക് ഇവിടെ കറണ്ട് എത്തുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നും ഔട്ടും സെപ്പറേറ്റ് ആയി നമ്മൾ ഇപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഒരു ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഇതുപോലെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇൻപുട്ടിൻ്റെ ഭാഗത്തേക്ക് ഔട്ട്പുട്ട് കണക്ഷൻ എത്താത്ത രീതിയിൽ മാക്സിമം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇൻവെർട്ടർ കണക്ഷൻ കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഈ 3 പിൻ ടോപ്പും ഉപയോഗിക്കുന്നതിന് പകരം സാധാരണ 3 വയർ തന്നെ കണക്ട് ചെയ്യുന്ന സമയത്തും ഇൻപുട്ട് വയറും ഔട്ട്പുട്ട് വയറും ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ഷോർട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ റെഡിയാണോ എന്ന് മനസ്സിലാക്കാം. ഷോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ് ലോഡുകൾ വർക്ക് ചെയ്യുകയുള്ളൂ. ഇൻവെർട്ടറിൻ്റെ ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്ത ലൈറ്റ് ലോഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് വയറും ഔട്ട്പുട്ട് വയറും ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കേണ്ടി വരും. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇൻപുട്ട് കണക്ഷനും ഔട്ട്പുട്ട് കണക്ഷനും മനസ്സിലാക്കാൻ സാധിക്കും. കറണ്ട് കണക്ഷൻ വരുന്ന വയറായിരിക്കും ഇൻപുട്ട് കണക്ഷൻ. കറണ്ട് കണക്ഷൻ ഇല്ലാത്ത വയർ ഔട്ട്പുട്ട് കണക്ഷനുമായിരിക്കും. ഇൻവെർട്ടറിലേക്ക് കറണ്ട് കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാറ്ററി കണക്ഷൻ കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പ്ലസും മൈനസും മാറാതെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇൻവെർട്ടറിലേക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ 2 ടെർമിനലും തമ്മിൽ ഷോർട്ട് ആവുകയാണെങ്കിൽ ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇൻവെർട്ടറിൻ്റെ പ്ലസും മൈനസും വയർ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ മുൻഭാഗത്തുള്ള സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാനും മറക്കരുത്. ബാറ്ററി ടെർമിനലിൽ പ്ലസും മൈനസും കണക്ട് ചെയ്യുന്ന സമയത്ത് 2 സ്പാനർ ഉപയോഗിച്ച് നല്ലവണ്ണം ടൈറ്റാക്കി വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. ഒരു നിലക്കും ലൂസ് കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ വേണം ബാറ്ററിയിൽ വയർ കണക്ട് ചെയ്യാൻ. ഒരു നിലക്കും ലൂസ് കോണ്ടാക്റ്റ് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. ബാറ്ററി ടെർമിനലിൽ പ്ലസും മൈനസും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട് കണക്ഷനിൽ നിന്നും നമ്മുടെ സോക്കറ്റിലേക്കുള്ള ഔട്ട് കണക്ഷനിലേക്ക് വയർ കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻപുട്ട് കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യമായി തന്നെ ഔട്ട് കണക്ഷനാണ് നമ്മൾ കൊടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം
ഔട്ട്പുട്ട് കണക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇൻവെർട്ടർ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഇൻപുട്ട് കണക്ഷൻ കൊടുത്താൽ ഇൻവെർട്ടർ കറണ്ടിലേക്ക് മാറുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയുമാണ് ഇൻവെർട്ടർ കണക്ഷനിൽ നോക്കാനുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.